പോസിറ്റീവ് അഫർമേഷൻസിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പോസിറ്റീവ് അഫർമേഷൻസിനെ പറ്റി നമ്മുടെ പുരാണങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. തന്മേ മന ശിവ സങ്കല്പമസ്തു. മനസ്സ് ശുഭ സങ്കല്പങ്ങൾ നിറഞ്ഞതാവട്ടെ. യജുർവേദം 34 അധ്യായത്തിലെ 1-ാമത്തെ മന്ത്രമാണിത്. പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ പറയുന്നതിന്റെ പ്രാധാന്യം ഇപ്പോ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ വസിക്കുന്ന ദേവനാണ് മനസ്സ്. ആ മനസ്സിനെ നമ്മൾ ശുഭ സങ്കല്പങ്ങൾ കൊണ്ട് പൂജിക്കണം. നമ്മുടെ മനസ്സിൽ ശുഭ സങ്കല്പങ്ങൾ നിറയണം. മനസ്സിനെ ശുഭസങ്കല്പങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തണം. വിഗ്രഹത്തിൽ പുതിയ പുഷ്പങ്ങളെ കൊണ്ടാണ് അല്ലേ നമ്മൾ മാല ചാർത്ത. അതുപോലെ പഴയ ചിന്തകളെയും അനുഭവങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ മാറ്റിക്കളഞ്ഞ് പുതിയ പുതിയ ശുഭ പ്രതീക്ഷകളെ കൊണ്ട് മനസ്സിനെ പൂജിക്കണം, മാല ചാർത്തണം. തന്മേ മന ശിവ സങ്കല്പമസ്തു. എല്ലാവരുടെയും മനസ്സിൽ ശുഭ സങ്കല്പങ്ങൾ നിറയട്ടെ, ശുഭ പ്രതീക്ഷകൾ നിറയട്ടെ.